17 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ ശ്രീകുമാർ എന്ന അനിയൻകുട്ടി ഒരിക്കലും കരുതിയില്ല തന്റെ ജീവിതം ഇത്രമേൽ മാറി മറിയുമെന്ന്. ഇന്ന് അനിയൻകുട്ടി അറിയപ്പെടുന്നത് നല്ലൊരു കർഷകനായിട്ടാണ്. കർഷകൻ എന്ന ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒന്നല്ല കാർഷിക ലോകത്തെ അനിയൻകുട്ടിയുടെ പ്രവർത്തനങ്ങൾ. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഈ വീട് ഇന്ന് ഒരു പാഠശാലയും അദ്ദേഹം നല്ലൊരു ഗുരുനാഥനുമാണ്. വല്ലച്ചിറ പഞ്ചായത്ത് 4-ാം വാർഡിൽ ചാത്തക്കുടം കടവിൽ വീട്ടിൽ ശ്രീകുമാറിന്റെ വീട്ടുപറമ്പിൽ വേനലും വർഷവുമെല്ലാം ഒരുപോലെയാണ്. കടുത്ത വേനലിൽ ഈ വഴി കടന്നു പോകുന്നവർ തണൽ വിരിച്ച ഈ വീട്ടുമുറ്റം കാണുമ്പോൾ ഒന്ന് വിശ്രമിക്കാനായി കയറും. എയർ കണ്ടീഷൻ ചെയ്ത കണക്കെ കുളിരു നിറഞ്ഞ ഈ വീട്ടുപരിസരം ഏറെ കൗതുകകരമാണ്. ജാതി, കറുവാപ്പട്ട, പ്ലാവ്, മാവ്, കുരുമുളക്, വിവിധയിനം ഫ്രൂട്ട്സുകൾ തുടങ്ങി വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഈ 55 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതുകൂടാതെ പാട്ടത്തിനെടുത്ത 25 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും വാഴകൃഷിയുമുണ്ട്. അതുകൊണ്ടും തീർന്നില്ല, 9 കറവ പശുക്കളുണ്ട്. നാടൻ കോഴികൾ വേറെ. പാരമ്പര്യ കർഷകനായിരുന്ന പിതാവിന്റെ പാത പിന്തുടർന്നാണ് ശ്രീകുമാർ കൃഷിയിൽ സജീവമാകാൻ തീരുമാനിച്ചത്. ഭാര്യ ശോഭയും 2 പെൺമക്കളുമടങ്ങുന്ന കുടുംബം അനിയൻകുട്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകി. ഫാദർ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അപ്പൊ അന്ന് തന്നെ നമ്മളെ ഉള്ളിലുണ്ട് കൃഷിയിലേക്ക് ഇറങ്ങണം. നമ്മുടെ ഫീൽഡ് ടെക്നീഷ്യൻ ആയിരുന്നു. നല്ലത് ഉപേക്ഷിച്ച് ആ ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലതല്ല, നമുക്ക് കൃഷിയോടുള്ള താല്പര്യം കാരണം ഞാൻ ഇത്ര നല്ല കമ്പനിയിൽ നിന്ന് നിർത്തി പോന്നു. ഞാൻ അങ്ങനെ പോകുന്ന കൃഷിയിലേക്ക് അച്ഛൻ ചെയ്ത കൃഷി 4 ഏക്കർ ഉണ്ടായിരുന്നു. അത് തുടങ്ങി വെച്ച് അതിന് സംതൃപ്തി കിട്ടിയപ്പോ പിന്നെ ഞാൻ ഫുൾ ടൈം കൃഷിക്കാരനായി. പശു ഒരു 10-12 പശുവിനെ മേടിച്ചു. അത് കഴിഞ്ഞ് ഇത്തവണ ഞാൻ 10-25 ഏക്കർ നെൽകൃഷി ചെയ്തു. നഷ്ടങ്ങളും വരുന്നുണ്ട്, നല്ലൊരു നഷ്ടങ്ങളും വരുന്നുണ്ട്. അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ കൊല്ലവും നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കൃഷിയിൽ നിന്ന് നല്ലൊരു വരുമാനമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലും ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇനി മരിക്കുന്നവര് നമ്മൾ ഇനി കൃഷി ഫീൽഡിലേക്ക് തന്നെ നമ്മൾ പോകാനുള്ള പരിപാടിയായിട്ടാണ് നിൽക്കുന്നത്. കൂടുതൽ ഇതിന്റെ വിപണി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പരിശ്രമം, ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കണ ആ വിഭവങ്ങൾ നമ്മൾ അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റും കൂടി നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇത് താല്പര്യമായിട്ടാണ് നിൽക്കുന്നത്. കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷക കുടുംബത്തിനുള്ള കൃഷി ദർശൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ കർഷകനെ തേടിയെത്തി. ചാത്തക്കുടം ചാപ്പാക്കായൽ കർഷക സമിതി അംഗം കൂടിയായ ശ്രീകുമാർ വിവിധ കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി നിർമ്മിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. പ്രകൃതിയോടും കൃഷിയോടുമുള്ള ആത്മാർത്ഥമായ ഇഷ്ടവും സമർപ്പണവുമാണ് ഈ കർഷകന്റെ വളർച്ചയ്ക്ക് കാരണം. ഒറ്റയാൻ പോരാട്ടത്തിലൂടെ തുടങ്ങി ഇന്ന് ഒരു പ്രദേശത്തെ കാർഷിക മുന്നേറ്റത്തിന്റെ മുൻനിരക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നാട്ടുകാരുടെ പ്രിയങ്കരനായ അനിയൻകുട്ടി. വല്ലച്ചിറ പഞ്ചായത്തിലെ ചാത്തക്കുടം പ്രദേശത്തെ ശ്രീകുമാർ എന്ന അനിയൻ ചേട്ടന്റെ ഈ വീട്ടുപറമ്പിൽ നിൽക്കുമ്പോൾ ഒറ്റവാക്കിൽ പറയാൻ കഴിയും, ഇവിടം സ്വർഗമാണ്. പ്രകൃതി സൗഹാർദ്ദമെന്ന് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ വീട്ടുപറമ്പിലെ കൃഷിയിടത്തിൽ ഇല്ലാത്ത കൃഷികൾ ഒന്നുമില്ല. കൃഷിയിൽ നിന്ന് മികച്ച ആദായവും അതിനേക്കാൾ ഉപരി വലിയ സന്തോഷവും കണ്ടെത്തുകയാണ് ശ്രീകുമാറേട്ടനും ശോഭ ചേച്ചിയും അടങ്ങുന്ന കുടുംബം. ക്യാമറാമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.